കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതുല്യമായ നാമത്തിൽ ഹൃദ്യമായ വന്ദനങ്ങൾ പ്രകാശിപ്പിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ പാദാന്തികത്തിൽ വീണ്ടും ഒരു ദിവസം കൂടെ പ്രാർത്ഥനയോടെ അടുത്തു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കർത്താവ് പേർ ചൊല്ലി വിളിച്ച ചില സന്ദർഭങ്ങളാണ് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാക്ക് അക്കോർഡിംഗ് ടു ദ കോൾ, വിളിക്കൊത്തവണ്ണം നടക്കുവിൻ, വാക്ക് വർത്തി ഓഫ് ദ കോളിംഗ് എന്നുള്ള വിഷയമാണ് നമ്മൾ പ്രധാനമായും ഈ നാളുകളിൽ പഠിക്കുകയും ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് തിരുവെഴുത്തുകളിൽ നിന്ന് ധ്യാനിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ ദൈവം പേർ ചൊല്ലി വിളിച്ചവരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സെഷൻസിലൊക്കെ ചിന്തിച്ചു. ഇന്ന് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് നമ്മുടെ യേശു കർത്താവ് പേർ ചൊല്ലി വിളിച്ച ചില സന്ദർഭങ്ങൾ, ചില വ്യക്തികൾ നമ്മൾ ഒന്ന് ആ അനുഭവങ്ങളെ, ആ ബാക്ക്ഗ്രൗണ്ടിനെ ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ, പഠിക്കാനായിട്ട്, അത് നമ്മുടെ ആത്മീയ വർധനവിന് ഉതകാൻ തക്കവണ്ണം ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് ആദ്യമേ കടന്നു വരാം. അതിന്റെ 41-ാമത്തെ വാക്യം, ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 41, ഇങ്ങനെ നമ്മളവിടെ വായിക്കുന്നു: കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗം നമുക്ക് സുപരിചിതമാണ്, നമ്മൾ ഒത്തിരി വചനം കേട്ടിട്ടുള്ളതാണ്, പലപ്പോഴും ഉദ്ധരിക്കുന്നതുമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്നത് യേശു കർത്താവ് പേർ ചൊല്ലി വിളിച്ച ഒരു വ്യക്തിയെയാണ്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം കർത്താവ് വിളിക്കുന്നു, മാർത്തയെ മാർത്തയെ. പ്രൈസ് ദി ലോർഡ്. ശരിക്കും യേശു ഏത് ടോണിലായിരിക്കും വിളിച്ചിട്ടുണ്ടാകുക? ഈ ചില വേളകളിൽ നമ്മൾ വിളിക്കുന്ന ടോണിന് വലിയ പ്രാധാന്യമുണ്ട്, അല്ലേ? നമ്മൾ ഒരാളെ വിളിക്കുമ്പോഴേക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വിളിക്കുമ്പോഴേക്കും ചില വേളകളിൽ മോനെ എന്ന് വിളിക്കും, ചില വേളകളിൽ നമ്മൾ പേര് വിളിക്കും, ചില വേളകളിൽ ആ പേര് വിളിക്കുന്നത് തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ട് വിളിക്കും, ചില വേളകളിൽ നമ്മൾ നമ്മുടെ നാട്ടുഭാഷയൊക്കെ ഉപയോഗിച്ച് ഈടാ ചെറുക്ക അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അതിൽ വാത്സല്യത്തോടെയുള്ള വിളിയുണ്ടാകും, ദേഷ്യത്തോടെയുള്ള വിളിയുണ്ടാകും, മുന്നറിയിപ്പിന്റെ വിളിയുണ്ടാകും, ശാസനാസ്വരം ഉണ്ടാകും. അപ്പോ ഒരു പുസ്തകത്തിലോ മറ്റോ എഴുതി വച്ചിരിക്കുമ്പോൾ അത് ഏത് ടോണിലായിരിക്കും വിളിച്ചത് എന്നുള്ളതിനെ നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിനകത്ത് എന്തുദ്ദേശ്യമാണ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ കർത്താവ് മാർത്തയെ മാർത്തയെ എന്ന് വിളിക്കുന്നത് ഏത് ടോണിലായിരിക്കും? നമുക്ക് ആ കോൺവെർസേഷനെ നമുക്കൊന്ന് ഭാവനയിലൊന്ന് ചിന്തിക്കാം. യേശു ബഥാന്യയിലെ ഈ മാർത്തയുടെയും മറിയയുടെയും വീട്ടിലേക്ക് വരുന്നു. മാർത്ത എന്ന ഒരു സഹോദരിയാണ് യേശുവിനെ കൈക്കൊണ്ടത് എന്ന് നമ്മൾ എഴുതി വായിക്കുന്നു. യേശുവിനെ സ്വീകരിച്ചു. വീട്ടിൽ കർത്താവിനെ സൽക്കരിക്കാനുള്ള യേശുവിന്റെ ഈ ശിഷ്യന്മാർക്കും ഒക്കെ സ്വാഭാവികമായിട്ടും വീട്ടിൽ വന്ന അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി ഈ മാർത്ത താൻ ക്ഷണിച്ച യേശുവിന് വേണ്ടി, ശിഷ്യന്മാർക്ക് വേണ്ടി ഓഫ് കോഴ്സ് ശുശ്രൂഷകളാൽ കുഴങ്ങുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സഹോദരിമാര് വീട്ടിൽ അതിഥികൾ ഉണ്ടെങ്കിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. കുറച്ച് വീട് ക്ലീനിങ് കാണും, പിന്നെ അത്യാവശ്യം അറേഞ്ച്മെന്റ് അതും ഇതൊക്കെ അടുക്കി വെക്കാനുള്ളത് അടുക്കി വെക്കുന്നുണ്ടാകും. പിന്നെ അതിലും അപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആഹാരം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. വീട്ടിൽ വന്നവരെ പട്ടിണിയായിട്ട് അയക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുത്തിട്ടായിരിക്കും അടുത്ത ഭക്ഷണ ക്രമീകരണങ്ങളിലേക്കൊക്കെ കടക്കുന്നത്. പക്ഷേ ഈ സമയം നമുക്കറിയാം, യേശുവിനെ കുറിച്ച് കർത്താവിനോട് സ്നേഹമുള്ളവർ, ബഹുമാനമുള്ളവർക്കുള്ള യേശുവിനോടുള്ള മാനസികമായ അനുഭവം, ബഹുമാനം, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. മാർത്തയും ആ ബഹുമാനത്തോടെയാണ് യേശുവിനെ വിളിച്ചിരിക്കുന്നത്. വീട്ടിൽ വന്നപ്പോൾ മാർത്തയും എക്സൈറ്റഡ് ആണ്. യേശു എന്റെ വീട്ടിൽ വന്നു എന്നുള്ളത് എക്സൈറ്റഡ് ആണ്. സ്വാഭാവികമായും മാർത്തയ്ക്കുള്ള സഹോദരി, മാർത്തയുടെ സഹോദരിക്കും അതേ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കും, മറിയയ്ക്കും എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കും. പക്ഷെ രണ്ടുപേരുമായി എക്സൈറ്റ്മെന്റിനെ ഹാൻഡിൽ ചെയ്ത വിധം 2 രീതിയിലാണ്. മാർത്ത എക്സൈറ്റ്മെന്റിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ആകപ്പാടെ പരിഭ്രമിച്ചുകൊണ്ട്, അയ്യോ എനിക്ക് യേശുവിനെയും ശിഷ്യന്മാരെയും ഏത് വിധത്തിൽ അവരെ ഇവിടുന്ന് സന്തോഷത്തോടെ പറഞ്ഞയക്കാൻ, അവർ പോകുന്നതിന് മുൻപ് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് എങ്ങനെ അയക്കാൻ കഴിയുമെന്നുള്ള ആ രീതിയിലാണ് ഈ എക്സൈറ്റ്മെന്റിനെ മാർത്ത ഹാൻഡിൽ ചെയ്യുന്നത്.
പക്ഷേ മറിയ ഈ എക്സൈറ്റ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. മറിയ അവളുടെ ഉള്ളിൽ യേശു ഗുരു ഇവിടെ വന്നു, കർത്താവിന്റെ ആ വായ്മൊഴികൾ ലോകപ്രസിദ്ധമാണ്, അവൾ ഒത്തിരി അതേക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതാ എന്റെ വീട്ടിൽ യേശു വന്നിരിക്കുമ്പോ കർത്താവ് ഇവിടെ ഉള്ള സമയം അത്രയും എത്രയും വിലയേറിയ ദൈവവചനം എനിക്ക് കേൾക്കാൻ പറ്റിയാൽ അതിനേക്കാൾ ഭാഗ്യം എന്തുണ്ട്? ജീവിതകാലം മുഴുവൻ എൻ്റെ വീട്ടിൽ വന്നിരുന്ന യേശു എന്നോട് സംസാരിച്ച ദൈവവചനം എന്നെ ബലപ്പെടുത്താൻ, വഴി നടത്താൻ, എനിക്ക് ആത്മീയ ശക്തി നൽകാൻ, എന്നെ മുന്നോട്ട് നയിക്കാൻ മതിയായതായിരിക്കുമല്ലോ എന്ന രീതിയിലാണ് മറിയ ഈ യേശുവിന്റെ തന്റെ വീട്ടിലേക്കുള്ള വരവിനെ ആ രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. നോക്കുക, രണ്ട് സഹോദരിമാർ, ഒരേ വീട്ടിലുള്ളവർ, ഒരേ കോണ്ടെക്സ്റ്റ്, ഒരേ വിഷയം അവർ കൈകാര്യം ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. കാരണം മറ്റൊന്നുമല്ല, ഒന്ന്, നമ്മളെല്ലാം വ്യത്യസ്തരാണ്. സഹോദരങ്ങൾ പോലും വ്യത്യസ്തരങ്ങളാണ്. ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നവർ പോലും അവരുടെ ചിന്താഗതികളിൽ, റിയാക്ഷൻസിൽ, ഇമോഷൻസിൽ ഒക്കെ വ്യത്യസ്തരാണ്. ദൈവത്തിന്റെ സൃഷ്ടി ഔവിധത്തിലാണ്. മനുഷ്യൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് അതുപോലത്തെ 50,000 1,00,000 കാറ് ഒരുപോലെ ഉണ്ടാക്കും, ഒരുപക്ഷെ 10,00,000 കാറ് ഒരുപോലെ ഉണ്ടാക്കും. പക്ഷെ ദൈവമാണ് 10,00,000 കാർ ഉണ്ടാക്കുന്നതെങ്കിൽ, ദൈവം കാർ ഉണ്ടാക്കിയെന്നല്ല പറയുന്നത്, ഒരു ഉദാഹരണം പറയുകയാണ്. ദൈവമാണ് 10,00,000 കാർ ഉണ്ടാക്കുന്നതെങ്കിൽ 10,00,000 കാറിനും 10,00,000 ഡിസൈൻ ആയിരിക്കും, അതിന്റെ പെർഫോമൻസ് വ്യത്യസ്ത രീതിയിലായിരിക്കും. അത് സൃഷ്ടികർത്താവായ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഇതുപോലെ നമ്മുടെ വിരലടയാളം വ്യത്യാസമാണ്, കണ്ണിന്റെ റെറ്റിന, കണ്ണിന്റെ അടയാളം വ്യത്യസ്തമാണ്, നമ്മുടെ DNA വ്യത്യാസമാണ്, നമ്മുടെ ഓരോ സെല്ലും, ശരീരത്തിന്റെ സെല്ലും ഓരോരുത്തരുടേതും വ്യത്യാസമാണ്. സമാനതകൾ ഉണ്ടാകാം, സിമിലാരിറ്റി ഉണ്ടാകാം, പക്ഷേ അത് യുണിക്കാണ്, അതുല്യമാണ്. മറ്റൊരാളുടേതിനോട് ഒരു സാമ്യവും ഇല്ലാത്ത വിധത്തിൽ, സാമ്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സിമിലാരിറ്റി അല്ല, എക്സാക്ട്ലി അതുപോലെ അല്ലാത്ത വിധത്തിൽ അത് വ്യത്യസ്തമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരും വിഷയങ്ങളോട് പ്രതികരിക്കുന്ന രീതിയും വ്യത്യാസമായിരിക്കും. ഇത് നമ്മൾ പരിജ്ഞാനത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സാഹചര്യങ്ങളോട്, വിഷയങ്ങളോട് മനുഷ്യർ പ്രതികരിക്കുന്ന രീതിയും വ്യത്യാസമായിരിക്കും. എന്നാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ദൈവവചനത്തിന്റെ വെളിപ്പാടും പരിശുദ്ധാത്മ നിറവിലെ ജീവിതവും ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള സമർപ്പണവും ഒക്കെ അവനെ ഒരു സ്വാഭാവികമായ, അവനിൽ തന്നെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ബിഹേവിയറിൽ നിന്ന്, പെരുമാറ്റ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിന് ഹിതമാം വണ്ണം ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനും നേരിടാനും ഒരുവനെ പ്രാപ്തനാകും. ഹല്ലേലൂയ. നമുക്കതാണ് ആവശ്യം. ലോക മനുഷ്യരിൽ നിന്ന് ദൈവമക്കൾ വ്യത്യസ്തരായിരിക്കുന്നത് അവിടെയാണ്. ചില വേളകളിൽ നമ്മുടെ ബലഹീന സ്വഭാവം നമ്മെ നമ്മുടെ മാനുഷിക സ്വഭാവത്തിൽ പലതും പ്രതികരിക്കാനൊക്കെ ഇടയാക്കിയെന്നിരിക്കും. ആരും തികഞ്ഞവരല്ല. കർത്താവിന്റെ വരവ് വരെ ഓരോ ദിവസവും നാം രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ക്യാരക്ടർ ഫോർമേഷൻ, ബിഹേവിയറൽ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതിനോട് നമുക്കൊരു സമർപ്പണമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്കൊരു കമ്മിറ്റ്മെന്റ് ദൈവത്തോട് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ രൂപാന്തരപ്പെടുത്താനായിട്ട് പറ്റത്തുള്ളൂ. വചനം പറയുന്നത് കഷ്ടത സഹിഷ്ണുതയെ ഉണ്ടാക്കുന്നു. സഫറിങ് ബ്രിങ്സ് ടോളറൻസ്. സഹിഷ്ണുത സിദ്ധതയെ ഉണ്ടാക്കുന്നു. ടോളറൻസ് ബ്രിങ്സ് ക്യാരക്ടർ. സഹിഷ്ണുതയാണ് ക്യാരക്ടർ ഉണ്ടാക്കുന്നത്. ആവർത്തിക്കാം, കഷ്ടത സഹിഷ്ണുതയെ ഉണ്ടാക്കുന്നു. പക്ഷെ ആദ്യത്തെ സ്റ്റേജിലെ കഷ്ടതയെ, അതിനെ നെഗറ്റീവായി ഒരാൾ ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ അവർക്ക് ടോളറൻസ് ഉണ്ടാകത്തില്ല, സഹിഷ്ണുത ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ടോളറൻസ് ഉണ്ടാകുന്നില്ലെങ്കിൽ, സഹിഷ്ണുത ഉണ്ടാകുന്നില്ലെങ്കിൽ ക്യാരക്ടർ ഉണ്ടാകത്തില്ല, ക്യാരക്ടർ ഫോർമേഷൻ നടക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോ കഷ്ടത നമ്മിൽ സഹിഷ്ണുത ഉണ്ടാകാൻ വേണ്ടിയാണ്. സഹിഷ്ണുത ഉണ്ടായെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് പോകത്തുള്ളൂ. ഒരു ദൈവ പൈതലിന് യോഗ്യമായ ക്യാരക്ടർ ഉണ്ടാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സിദ്ധത ആണ് നമ്മെ നിത്യമായ പ്രതിഫലങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും തേജസ്കരണത്തിലേക്കും
നയിക്കുന്നത്. ആമേൻ. ഒരു ദൈവ പൈതലിന്റെ ക്യാരക്ടറാണ് അവന്റെ നിത്യതയിൽ അവൻ എவ்விதം തേജസ്സുള്ളവനായിരിക്കും, എന്ത് പ്രതിഫലം അവൻ പ്രാപിക്കും എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് ക്യാരക്ടർ ഫോർമേഷൻ തരുന്ന എല്ലാ അവസരങ്ങളെയും നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ കർത്താവ് സഹായിക്കട്ടെ. ഞാനിവിടെ വിഷയത്തിലേക്ക് ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് മടങ്ങി വരികയാണ്. ഈ മാർത്തയെ കർത്താവ് വിളിക്കുന്നതാണല്ലോ നമ്മുടെ വിഷയം. കർത്താവ് ഇത് യേശു വീട്ടിൽ വന്നപ്പോൾ അവൾ വളരെ ശുശ്രൂഷകളാൽ കുഴങ്ങി എന്നവൾ വായിക്കുന്നു. എന്നാൽ മറിയ 39 വാക്യത്തിൽ അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. വചനം കേട്ടുകൊണ്ടിരുന്നു. യേശുവിന്റെ കാൽക്കൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. വളരെ സ്ട്രക്ചറലായിട്ട് ലൂക്ക് എന്ന എഴുത്തുകാരൻ, ചരിത്രകാരൻ എഴുതി വച്ചിരിക്കുന്നെങ്കിലും ആ സെന്റൻസിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾ മറ്റൊന്നും അറിയുന്നില്ല, മറ്റൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൾ അതിൽ പൂർണ്ണ ഏകാഗ്രചിത്തയാണ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളും ഈ വിധത്തിലായിരിക്കണം. കർത്താവിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ലോക ചിന്തകൾ നമ്മെ ഭരിക്കരുത്. മറ്റു ചിന്തകൾ നമ്മുടെ തലയെ സ്വാധീനിച്ച് നിയന്ത്രിക്കരുത്. എങ്കിൽ നമുക്ക് ശരിയായ വിധത്തിൽ ദൈവവചനം കേൾക്കാനായിട്ട് പറ്റത്തില്ല. വചനം കേൾക്കുന്നില്ലെങ്കിൽ വളർച്ച ഉണ്ടാകത്തില്ല, മാറ്റം ഉണ്ടാകത്തില്ല. കർത്താവ് സഭയെ കഴുകുന്നത് വചനത്തോടുകൂടിയ ജലസ്നാനത്താലാണ്. ആകയാൽ ശുദ്ധീകരണം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ തിരിച്ചു വരികയാണ്. മറിയ യേശുവിന്റെ കാൽക്കലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത് മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ ഷീ വാസ് ഇൻ ട്രബിൾ. അവൾക്ക് ശുശ്രൂഷ ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ശുശ്രൂഷ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ മോസ്റ്റ്ലി അടുക്കളയിലെ കാര്യമാണ്. അത് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. ഉദ്ദേശിക്കുന്ന സമയത്തിന് മുമ്പ് തീരത്തില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ കുഴങ്ങി. ഹല്ലേലൂയ. അവൾ ട്രബിളിലായി. ആമേൻ. ഒരു പക്ഷേ ഞാൻ നാട്ടുഭാഷയിൽ പറയുകയാണ്, പഴയ ഗ്രാമങ്ങളിലെ വീടുകളിൽ അടുപ്പ് വിറക് ഒക്കെ ആയിരിക്കുമല്ലോ. ഒരു 2-3 അടുപ്പിലായിട്ട് വിറകും കത്തിച്ചു വെച്ച് ഒരിടത്ത് അവരുടെ റൊട്ടി ഉണ്ടാക്കാൻ ഒന്ന് വെച്ചിരിക്കുന്നു, വേറൊരിടത്ത് ഇച്ചിരി മാംസം പാകം ചെയ്യാൻ വെച്ചിരിക്കുന്നു, അപ്പുറത്ത് കുറച്ച് പരിപ്പ് വേകാൻ വെച്ചിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ഇപ്പൊ ആകപ്പാടെ ഒരു ഡൈലമയിൽ എത്തിയിരിക്കുകയാണ്, ഒരു വല്ലാത്ത കുഴങ്ങിയ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ശ്രദ്ധ വിട്ടുപോയാൽ അത് കുഴപ്പമായിത്തിരി, കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാകും. അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ ന്യായമാണ്. അവൾ ശുശ്രൂഷയാൽ കുഴങ്ങി. വീട്ടിൽ ആരും ഇല്ലെങ്കിൽ ഓക്കെ, പക്ഷെ വീട്ടിലൊരു സഹോദരിയുണ്ട്. അവൾ എക്സ്പെക്ട് ചെയ്തു. ഓർക്കുക, ഞാൻ ഒന്നുകൂടെ പറയാം, അവൾ എക്സ്പെക്ട് ചെയ്തു. തന്റെ സഹോദരിയിൽ നിന്ന് അവൾ ഒരു സഹായം എക്സ്പെക്ട് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. നമുക്കും പലപ്പോഴും സംഭവിക്കുന്നത് എക്സ്പെക്ടേഷൻസ് ആണ് പലയിടത്തും പ്രശ്നങ്ങൾക്ക് കാരണം. We expect the person will help me. We expect the person will speak to me so and so. We expect the person will support me such a way. നമുക്ക് അനാവശ്യമായ അല്ലെങ്കിൽ നമ്മൾ തെറ്റായ എക്സ്പെക്ടേഷൻസ് ആണ് പലപ്പോഴും പരാതികൾക്ക് കാരണമായി തീരുന്നത്. തെറ്റായ പ്രതീക്ഷകളാണ് പരാതികൾക്ക് കാരണമായി തീരുന്നത്. ഭാര്യ പ്രതീക്ഷിക്കുന്നു, എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്നു. ഭർത്താവ് പ്രതീക്ഷിക്കുന്നു, എൻ്റെ ഭാര്യ ഇന്നതൊക്കെ ചെയ്യണം എന്ന് പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ പ്രതീക്ഷ തെറ്റാണെന്നൊന്നും അല്ല പറയുന്നത് കേട്ടോ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ എല്ലാ പ്രതീക്ഷകളും ശരിയാകണമെന്നില്ല. തെറ്റായ പ്രതീക്ഷകളുണ്ട്. വ്യക്തികൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞു. അവർ ചിന്തിക്കുന്ന രീതികൾ വ്യത്യാസമാണെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ എന്നെ നോക്കി ചിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ ലളിതമായി പറയുകയാണ്, ഒരാൾ എന്നെ നോക്കി ചിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആ ദിവസം ഞാൻ പ്രതീക്ഷിച്ച സമയത്ത് ആ വ്യക്തി എന്നെ നോക്കി ചിരിച്ചില്ല. ആമേൻ. എൻ്റെ ആ വ്യക്തിയോടുള്ള മനോഭാവത്തിന് മാറ്റം വരികയാണെന്നിരിക്കട്ടെ. എന്തുകൊണ്ട് ആ മനുഷ്യൻ എന്നെ നോക്കി ചിരിച്ചില്ല? അയാൾക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്, അയാൾക്കെന്തോ എന്നെക്കുറിച്ച് അയാൾ എന്തോ തെറ്റായി ചിന്തിച്ചു വച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയാൽ ഇത് ഈ മാർത്ത കുഴഞ്ഞതുപോലെ നമ്മളും കുഴയാനേ കാരണമാകത്തുള്ളൂ, ട്രബിളിലാകാനേ അതെല്ലാം സഹായിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യൻ ചിരിക്കാത്തത് ആ സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ വേറെ വല്ല ചിന്തയോ ആയിരിക്കും പോയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഹൃദയത്തിന് വേദന ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു വിഷയത്തിലായിരുന്നിട്ട് അയാൾ വിഷമത്തിലായിരിക്കും, വേറെ ആരോടും പറഞ്ഞിട്ടുണ്ടാകത്തില്ല. അതല്ലെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ആൻഷ്യസ് ആയിരുന്നിരിക്കാം. പല കാരണങ്ങളുണ്ടാകാം. ആമേൻ.
ആമേൻ. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആമേൻ. അപ്പോ തെറ്റായ പ്രതീക്ഷകൾ നമ്മിൽ നിരാശയുണ്ടാക്കും, നമ്മെ കുഴപ്പത്തിലാക്കും. ഹല്ലേലൂയ. ഇവിടെ തന്റെ സഹോദരി വന്ന് തന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് സഹോദരിയോടല്ല ചെന്ന് പറയുന്നത്, യേശുവിനെ ഈ വിഷയത്തിൽ മധ്യസ്ഥനാക്കാനുള്ള ശ്രമമാണ് മാർത്ത നടത്തുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, വീട്ടിൽ കർത്താവ് അതിഥിയായി വന്നിരിക്കുന്നു. യേശുവിനെ സന്തോഷത്തോടെ ശുശ്രൂഷിക്കാനായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാർത്ത അതേ ഗസ്റ്റ് ആയിരിക്കുന്ന യേശുവിന്റെ അടുക്ക ചെന്നിട്ട് പറയുകയാണ്, കർത്താവെ, നീ എന്റെ സഹോദരിയോട് പറയണം എന്നെ സഹായിക്കാനായിട്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം വരികയാണ്, നിങ്ങൾ സന്തോഷത്തോടെ എന്നെ കൈക്കൊണ്ടു. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ വീട്ടിൽ ഒരാള് എൻ്റെ അടുക്ക ഇരുന്ന് വർത്തമാനം പറയുന്നു, മറ്റേ ആൾ അടുക്കളയിൽ ഭയങ്കര ജോലിയാണ്. കുറെ നേരം കഴിയുമ്പോഴേക്ക് ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, പാസ്റ്റർ ഈ മനുഷ്യനോടൊന്ന് പറഞ്ഞേ എന്നെ വന്നൊന്ന് സഹായിക്കാനായിട്ട്, ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്ന ഇയാൾക്കെന്ന് ചിന്തയില്ലേ എന്ന് എന്നോട് പറഞ്ഞാൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ എന്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും. ഏമേൻ, ഈ വീടിനകത്തെ അവസ്ഥ എന്തായിരിക്കുമെന്നല്ലേ ഏമേൻ എന്റെ മനസ്സിൽ ചിന്ത വരത്തുള്ളൂ. ഒരു അതിഥിയായി കുറച്ചു നേരത്തേക്ക് വന്ന എന്നോട് ഈ രീതിയിൽ ആവശ്യപ്പെടണമെങ്കിൽ ഇവിടുത്തെ അല്ലാത്ത സമയത്തെ അവസ്ഥ എന്തായിരിക്കും? പ്രൈസ് ലോർഡ്. ആമേൻ. നോക്കൂ, ഈ വിധത്തിലല്ലേ ആമേൻ ചിന്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ യേശു അല്ലാത്തത് കൊണ്ട് ആമേൻ ഞാൻ ചിന്തിച്ചതുപോലെ യേശു ചിന്തിച്ചില്ല. ഹല്ലേലൂയ. കർത്താവ് അതിനെ പോസിറ്റീവായി ചിന്തിച്ച് അതൊരു മറ്റൊരു ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള വേദിയാക്കി മാറ്റി. ഹല്ലേലൂയ. അപ്പോ യേശു ആണെങ്കിൽ ആ വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. പക്ഷെ യേശു കൈകാര്യം ചെയ്യുന്നത് പോലെ എല്ലാവരും കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കരുത്. പ്രൈസ് ലോർഡ്. യേശു ഉടനെ മാർത്തയോട് ആ സമയത്തെ റിയാക്ഷനാണ് നോക്കുക. അവൾ യേശുവിനോട് പറയുന്നു, കർത്താവേ, ഈ എന്റെ സഹോദരിയോട് വന്ന് എന്നെ ശുശ്രൂഷയ്ക്ക്, ഞാൻ ഒന്നുകൂടെ ആ വാക്യം തന്നെ വായിക്കാം, കർത്താവെ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും. ഇതാ പറയുന്നത്, ഈ ടോണിലായിരിക്കും പറയുന്നത്, കർത്താവെ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നു, അതിൽ നിനക്ക് വിചാരമില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് കൽപ്പിച്ചാലും. ഈ രീതിയിലായിരിക്കും പറയുന്നത്. ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വല്ലാത്തൊരു ടോണിലായിരിക്കും അവൾ പറയുന്നത്. ഇത് കേട്ട പാടെ ആമേൻ യേശു അതിന് യേശുവിന്റെ ഭാഗത്തുള്ള റിയാക്ഷനാണ് നമ്മൾ അടുത്ത് വായിക്കുന്നത്. കർത്താവ് എങ്ങനെ ആയിരിക്കും പറയുന്നത്? നമുക്ക് ഭാവനയിൽ പറഞ്ഞു നോക്കാം. മാർത്തേ, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. ഈ മറിയെ കണ്ടോ? അവൾ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളോട് ആരും അപഹരിക്കുന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ആ ടോൺ ഒന്ന് ഭാവനയിൽ, ഞാൻ പറഞ്ഞത് എക്സാക്ട്ലി അങ്ങനെ അല്ലെങ്കിൽ പോലും ആ രീതിയിൽ ഏകദേശം അതുപോലെ ആയിരിക്കില്ലേ? കർത്താവ് തുടങ്ങിയപ്പോ മാർത്തയെ, മാർത്തയെ, നോക്കൂ, ഇവള് വന്ന് പറയുന്നത്, കർത്താവേ, എന്റെ ഈ സഹോദരി എന്നെ ശുശ്രൂഷയെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലേ? ഇവളോട് എന്നെ ഒന്ന് സഹായിക്കാൻ കൽപ്പിച്ചാൽ. ഇങ്ങനാ പറയുന്നത്. കർത്താവിന്റെ റിയാക്ഷൻ, മാർത്തേ, മാർത്തേ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവൾ മല പോലെ കൊണ്ടുവന്നൊരു വിഷയം യേശു അതിനെ വളരെ ചെറുതായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. മാർത്തേ, മാർത്തേ, നീ വലിയ വിഷയം എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതിലൊന്നും ഇല്ലെന്നേ. നീ വെറുതെയായി വിചാരപ്പെട്ടിരിക്കുന്നത്, മനം കലങ്ങിയും വിചാരപ്പെട്ടു ഇരിക്കുന്നത്. എന്നാൽ നീ കുറ്റപ്പെടുത്തി മറിയ ഉണ്ടല്ലോ, വാസ്തവത്തിൽ അവൾ ഇവിടെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യം എന്താ? അവൾ നല്ല അംശം തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് അവളിൽ നിന്ന് ആർക്കും അപഹരിച്ചു കളയാനും കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഇത് മാർത്തയ്ക്കും ഒരു പാഠമാണ്. നീയും നല്ല അംശം തെരഞ്ഞെടുക്കണം. നിന്നിൽ നിന്ന് ആർക്കും അപഹരിച്ചു കളയാൻ കഴിയാത്ത നല്ല അംശം തെരഞ്ഞെടുക്കണം എന്നുള്ള സന്ദേശം കൂടെയാണ് കർത്താവ് അവിടെ കൈമാറുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നമ്മളാരും യേശു അല്ല. പക്ഷെ കർത്താവ് നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? യേശുവിനെ പോലെ ആകാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. യേശു ആകാനല്ല, യേശുവിനെ പോലെ ആകാനായിട്ട്. നമുക്ക് വിഷയങ്ങളെ ഈ രീതിയിൽ ഒന്ന് കൈകാര്യം ചെയ്യാം. വലിയ പ്രശ്നങ്ങളുമായി വരുന്നവരോട് നമുക്ക് സ്നേഹത്തോടെ, കരുതലോടെ, ബഹുമാനത്തോടെ തന്നെ പറയാം, ഇതൊന്നും അല്ല വലിയ കാര്യം. നിങ്ങൾ ഈ പറയുന്ന ഈ വിഷയങ്ങളുണ്ടല്ലോ, ഇതൊക്കെ വെറുതെ വിചാരപ്പെട്ട് മനസ്സിനകത്ത്, ചിന്തയ്ക്കകത്ത്, തലയ്ക്കകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കയറ്റി നിങ്ങൾ വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു പോകുന്നത്.
പകരം ദൈവത്തിന്റെ പാദപീഠത്തിലിരിക്കുക, പ്രാർത്ഥിക്കുക, ദൈവകൃപയിൽ ആശ്രയിക്കുക, നല്ല അംശം തിരഞ്ഞെടുക്കുക. അങ്ങനെ നല്ല അംശം തിരഞ്ഞെടുത്താൽ അത് നിങ്ങളിൽ നിന്ന് ആർക്കും അപഹരിച്ച് കളയാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ പറയുന്ന വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇവിടം കൊണ്ട് തീരുന്ന വിഷയങ്ങളാണ്, ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്ന വിഷയങ്ങളാണ്. ഇത് നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ഒരു ഗുണവും ഉണ്ടാക്കത്തില്ല. എന്നാൽ നല്ല അംശം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാൽ, ദൈവത്തിൽ നിന്ന് ദൈവവചനം ഹൃദയത്തിനകത്ത് സ്വീകരിച്ചാൽ, അത് നിങ്ങൾക്ക് നിത്യതയിലേക്കും നിക്ഷേപം സ്വരൂപിക്കുന്നതിന് സഹായമായി തീരും. ഹല്ലേലൂയ. നമുക്കും ഇന്ന് ഈ ആലോചന ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനോട് പറയാം, ദൈവമേ, മാർത്തയെ പേർ ചൊല്ലി വിളിച്ച് അങ്ങ് സ്നേഹത്തോടെ ഉപദേശിച്ചതുപോലെ എന്നോടും അവിടുന്ന് സംസാരിച്ചതിനായി സ്തോത്രം. നല്ല അംശം തിരഞ്ഞെടുക്കാൻ എപ്പോഴും എൻ്റെ ചുറ്റും എന്ത് നടന്നാലും, എൻ്റെ ചുറ്റുമുള്ളവർ എങ്ങനെ ജീവിച്ചാലും, ഞാൻ ആയിരിക്കുന്ന ലോകത്തിൽ എന്തൊക്കെ നടന്നാലും, ഞാൻ കർത്താവിൻ്റെ പാദത്തിലിരുന്ന് നല്ല അംശം തിരഞ്ഞെടുക്കാൻ എന്നെ സഹായിക്കണം. അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.